Did not our hearts burn within us? ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അവിവേകികളായ ഹൃദയങ്ങളിൽ നിന്ന് ജ്വലിക്കുന്ന ഹൃദയങ്ങളിലേക്ക് ഇന്നത്തെ എമ്മാവുസ് യാത്ര. ലൂക്ക് 24:13 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ. പ്രിയ സഹോദരീ സഹോദരന്മാരെ, എമ്മാവുസിലേക്കുള്ള വഴിയിൽ 2 ശിഷ്യന്മാർ ഭാരമേറിയ ഹൃദയത്തോടെ നടക്കുകയായിരുന്നു. അവരുടെ പ്രതീക്ഷകളെല്ലാം തകർന്നു പോയിരുന്നു. ഇസ്രയേലിനെ വീണ്ടെടുക്കുമെന്ന് അവർ വിശ്വസിച്ചിരുന്ന ആൾ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ശൂന്യമായ കല്ലറയെക്കുറിച്ചും സ്ത്രീകളുടെ സാക്ഷ്യത്തെക്കുറിച്ചും അവൻ ജീവിക്കുന്നുവെന്ന അടക്കം പറച്ചിലുകളെക്കുറിച്ചും അവർ കേട്ടിരുന്നുവെങ്കിലും വിശ്വസിക്കുവാൻ അവർ ഇപ്പോഴും പാടുപെടുകയായിരുന്നു. അപ്പോഴാണ് യേശു അവരുടെ അരികിലേക്ക് വന്നത്. എന്നാൽ അവർക്ക് അവനെ തിരിച്ചറിയുവാൻ കഴിഞ്ഞില്ല. അവൻ അവരോട് ചോദിച്ച ആദ്യത്തെ വാക്കുകൾ എന്തായിരുന്നു? അത് ആശ്വാസമായിരുന്നില്ല, മറിച്ച് സത്യമായിരുന്നു. അവിവേകികളായവരെ, പ്രവാചകന്മാർ പറഞ്ഞിട്ടുള്ളതൊക്കെയും വിശ്വസിക്കുവാൻ ഹൃദയത്തിന് മന്ദതയുള്ളവരെ എന്ന് അവൻ വിളിച്ചു. ശക്തമായ വാക്കുകൾ, സത്യസന്ധമായ വാക്കുകൾ, സ്നേഹനിർഭരമായ വാക്കുകൾ. കാരണം അവരുടെ പ്രശ്നം അറിവില്ലായ്മയായിരുന്നില്ല, മറിച്ച് വിശ്വാസമില്ലായ്മയായിരുന്നു. ഇന്ന് ഇതിൽ നിന്ന് എന്തെങ്കിലും മാറ്റമുണ്ടോ? യേശുവിൻ്റെ ഉയിർപ്പിന് ശേഷം 2000-ലധികം വർഷങ്ങൾ കഴിഞ്ഞാണ് നമ്മൾ ജീവിക്കുന്നത്. തിരുവചനത്തിൻ്റെ പൂർണ്ണമായ സാക്ഷ്യം നമ്മുടെ കൈവശമുണ്ട്. മാറിയ ജീവിതങ്ങളുടെയും സഭയുടെ നിലനിൽപ്പിൻ്റെയും തലമുറകളായുള്ള സാക്ഷ്യം നമുക്കുണ്ട്. എന്നിട്ടും യുദ്ധങ്ങൾ രൂക്ഷമാകുന്നു, ഹൃദയങ്ങൾ തണുത്തു പോകുന്നു, സത്യം ചോദ്യം ചെയ്യപ്പെടുന്നു, വിശ്വാസത്തിന് പകരം ഭയവും സംശയവും കടന്നു വരുന്നു. നമ്മളും വിശ്വസിക്കാൻ ഹൃദയത്തിന് മന്ദതയുള്ളവരാണോ? അതെ, നമ്മുടെ സ്വന്തം ബുദ്ധിയിലും ശക്തിയിലും മാത്രം ആശ്രയിക്കുമ്പോൾ നമ്മളും അങ്ങനെ തന്നെയാകുന്നു. മാർട്ടിൻ ലൂതർ ജ്ഞാനത്തോടെ പറഞ്ഞതുപോലെ, നമ്മുടെ സ്വന്തം വിവേകത്താൽ നമുക്ക് വിശ്വസിക്കുവാൻ കഴിയില്ല. വിശ്വാസം ബുദ്ധിശക്തി കൊണ്ട് നിർമ്മിക്കുന്ന ഒന്നല്ല, അത് പരിശുദ്ധാത്മാവിനാൽ ഉണർത്തപ്പെടുന്ന ഒരു ദാനമാണ്. ആ വഴിയിൽ വെച്ച് ശിഷ്യന്മാരുടെ കണ്ണുകൾ തുറന്നതുപോലെ ദൈവം തന്നെയാണ് നമ്മുടെയും കണ്ണുകൾ തുറക്കുന്നത്. യേശു പ്രവർത്തിക്കുന്നത് എങ്ങനെയെന്ന് ശ്രദ്ധിക്കുക. അവൻ അവരോടൊപ്പം നടക്കുന്നു, അവൻ അവരെ ശ്രദ്ധിക്കുന്നു, അവൻ തിരുവചനം വിശദീകരിക്കുന്നു, അവൻ അവരോടൊപ്പം അപ്പം മുറിക്കുന്നു. ആ നിമിഷം അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു. ഇന്നും ക്രിസ്തു തന്നെ വെളിപ്പെടുത്തുന്നത് ഇങ്ങനെയൊക്കെയാണ്. ആരാധനയിലൂടെ, വചനത്തിലൂടെ, കൂട്ടായ്മയിലൂടെ. ജലം, അപ്പം, വീഞ്ഞ് ചേർത്ത് പിടിക്കുന്ന ഒരു കൈ, ഒരു പുഞ്ചിരി, ആശ്വസിപ്പിക്കുന്ന ഒരു ഹൃദയം. ഇങ്ങനെയുള്ള ലളിതവും പവിത്രവുമായ കാര്യങ്ങളിലൂടെ അവൻ വെളിപ്പെടുന്നു. എമ്മാവുസ് യാത്ര അവരുടെ കഥ മാത്രമല്ല, അത് നമ്മുടേതുമാണ്. നമ്മൾ നിരാശയിലൂടെ നടക്കുന്നു, സംശയങ്ങളോട് മല്ലിടുന്നു, നടക്കാതെ പോയ പ്രതീക്ഷകളെ പേറുന്നു. എന്നാൽ യേശു അരികിലേക്ക് വരുന്നു. നമ്മൾ അവനെ തിരിച്ചറിയാത്തപ്പോഴും അവൻ അവിടെയുണ്ട്. നമ്മോടൊപ്പം നടക്കുന്നു, സംസാരിക്കുന്നു, വഴി നടത്തുന്നു. തുടർന്ന് എന്തോ ഒന്ന് സംഭവിക്കുവാൻ തുടങ്ങുന്നു. ഹൃദയങ്ങൾ ജ്വലിക്കുവാൻ തുടങ്ങുന്നു. ഒരു ശാന്തമായ അഗ്നി, ഒരു വിശുദ്ധമായ ഉണർവ്, സത്യം മരിച്ചിട്ടില്ലെന്നും ക്രിസ്തു ജീവിക്കുന്നു എന്നുമുള്ള ആഴമായ ഉറപ്പ്. പിന്നെ അവർ എന്തു ചെയ്യുന്നു? അവർ അവിടെ തന്നെ ഇരിക്കുന്നില്ല. അവർ നീങ്ങുന്നു, അവർ എഴുന്നേൽക്കുന്നു, അവർ മടങ്ങുന്നു, അവർ മറ്റുള്ളവരോട് സാക്ഷ്യം പറയുന്നു. യഥാർത്ഥ വിശ്വാസത്തിന് നിശ്ചലമായിരിക്കുവാൻ കഴിയുകയില്ല. സഭ എന്നത് വെറുമൊരു നിഷ്ക്രിയ വിശ്വാസത്തിൻ്റെ ഇടമല്ല, അതൊരു ജനതയുടെ പ്രയാണമാണ്. തകർന്നടിഞ്ഞ ഈ ലോകത്തിലേക്ക് യേശുവിൻ്റെ ജീവസുറ്റ വചനം വഹിച്ചുകൊണ്ടുള്ള ഒരു പ്രയാണം. അതുകൊണ്ട് ഇന്ന് ചോദ്യം ഇതാണ്: നിങ്ങൾക്ക് വസ്തുതകൾ അറിയാമോ എന്നല്ല, മറിച്ച് സത്യത്താൽ നിങ്ങളുടെ ഹൃദയം ഉണർത്തപ്പെട്ടോ എന്നാണ്. നിങ്ങൾ ഇപ്പോഴും ആശയക്കുഴപ്പത്തിൽ നടക്കുകയാണോ? അതോ ക്രിസ്തുവിനോടൊപ്പം നടക്കുകയാണോ? സംശയത്തിൽ തളർന്നു നിൽക്കുകയാണോ? അതോ വിശ്വാസത്തിൽ മുന്നേറുകയാണോ? നമ്മുടെ ഹൃദയങ്ങൾ ഇനി മന്ദതയുള്ളതാകാതിരിക്കട്ടെ.
മറിച്ച് ആത്മാവിൽ ജീവനുള്ളതാകട്ടെ. നമ്മുടെ യാത്ര ആശയക്കുഴപ്പത്തിൽ നിന്ന് വ്യക്തതയിലേക്കും, സങ്കടത്തിൽ നിന്ന് സന്തോഷത്തിലേക്കും, അവിവേകത്തിൽ നിന്ന് വിശ്വാസത്തിലേക്കും നമ്മെ നയിക്കട്ടെ. അവൻ സംസാരിക്കുമ്പോൾ നമ്മുടെ ഹൃദയങ്ങൾ ഉള്ളിൽ ജ്വലിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കരുണാനിധിയായ സ്വർഗീയ പിതാവേ, ഞങ്ങൾ താഴ്മയുള്ള ഹൃദയത്തോടെ അങ്ങയുടെ സന്നിധിയിൽ വരുന്നു. പലപ്പോഴും വിശ്വസിക്കുവാൻ ഞങ്ങൾ മന്ദതയുള്ളവരായിരുന്നുവെന്ന് ഞങ്ങൾ സമ്മതിക്കുന്നു. തലമുറകളിലൂടെ അങ്ങയുടെ സത്യം പ്രഘോഷിക്കപ്പെട്ടിട്ടും സംശയവും ഭയവും ഈ ലോകത്തിൻ്റെ ബഹളങ്ങളും ഞങ്ങളുടെ കാഴ്ചയെ പലപ്പോഴും മറച്ചു കളഞ്ഞു. കർത്താവായ യേശുവേ, എമ്മൗസിലേക്കുള്ള വഴിയിൽ അങ്ങ് ശിഷ്യന്മാരോടൊപ്പം നടന്നതുപോലെ ഇപ്പോൾ ഞങ്ങളോടൊപ്പവും നടക്കണമേ. ഞങ്ങളുടെ ആശയക്കുഴപ്പങ്ങളിൽ അങ്ങ് അരികിലേക്ക് വരണമേ. ഞങ്ങളുടെ നിരാശകളിൽ സത്യം സംസാരിക്കണമേ. ഞങ്ങളുടെ അന്ധതയിൽ ഞങ്ങളുടെ കണ്ണുകൾ തുറക്കണമേ. പരിശുദ്ധാത്മാവെ, ഞങ്ങളുടെ സ്വന്തം ശക്തിയാൽ വിശ്വസിക്കുവാൻ ഞങ്ങൾക്ക് കഴിയില്ലെന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു. ഞങ്ങളിൽ വിശ്വാസം ജ്വലിപ്പിക്കണമേ. സത്യവും ബോധ്യവും സ്നേഹവും കൊണ്ട് ജ്വലിക്കുന്ന ആ വിശുദ്ധ അഗ്നി ഞങ്ങളുടെ ഹൃദയങ്ങളിൽ കത്തിക്കണമേ. അങ്ങയുടെ വചനത്തിലും ആരാധനയിലും കൂട്ടായ്മയിലും ഞങ്ങൾ അവഗണിക്കുന്ന കൃപയുടെ നിമിഷങ്ങളിലും അങ്ങയെ തിരിച്ചറിയുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ദൈവമായ കർത്താവെ, നിശ്ചലതയിൽ നിന്ന് ലക്ഷ്യബോധത്തിലേക്ക് ഞങ്ങളെ നയിക്കണമേ. എഴുന്നേൽക്കുന്നവരും മടങ്ങി വരുന്നവരും സാക്ഷ്യം വഹിക്കുന്നവരുമായി ഞങ്ങളെ മാറ്റണമേ. അങ്ങ് ജീവിക്കുന്നുവെന്ന് ഞങ്ങളുടെ ജീവിതങ്ങൾ പ്രഖ്യാപിക്കുമാറാകണമേ. കലഹങ്ങളും സംഘർഷങ്ങളും നിറഞ്ഞ ഈ ലോകത്തിൽ അങ്ങയുടെ സമാധാനത്തിൻ്റെ വാഹകരായി ഞങ്ങളെ മാറ്റണമേ. സംശയത്തിൻ്റെ ലോകത്തിൽ അങ്ങയുടെ സത്യത്തിൻ്റെ സാക്ഷികളായും, പ്രത്യാശ തേടുന്ന ലോകത്തിൽ അങ്ങയുടെ സ്നേഹത്തിൻ്റെ പ്രതിഫലനങ്ങളായും ഞങ്ങളെ മാറ്റണമേ. ഞങ്ങളുടെ ഹൃദയങ്ങൾ ഒരു നിമിഷത്തേക്കല്ല, മറിച്ച് ജീവിതകാലം മുഴുവൻ അങ്ങേക്കായി ജ്വലിക്കുമാറാകണമേ. ഞങ്ങളുടെ ഈ ജീവിതയാത്രയെ ഞങ്ങൾ അങ്ങേക്കായി സമർപ്പിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ നിങ്ങളെ എല്ലാവരെയും സ്നേഹിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.